ബോധി അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് 1ാം ക്ലാസ്സിലെ തൃതീയ പാഠഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. സഖ സ ഏവ, സുഹൃത്ത് അത് മാത്രം, സുഹൃത്ത് മാത്രം എന്നുള്ള ഒരു പാഠഭാഗമാണ്. അത് രണ്ടാമത്തെ ഏകകത്തിലാണ് തൃതീയ പാഠം വരുന്നത്. സഖ സ ഏവ എന്നുള്ളതാണ്. അവിടെ മനോഹരമായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ പാഠപ്രവേശനാത് പൂർവം ആരാമഹ ഇതി പ്രവർത്തന പുസ്തകേ പ്രഥമതഃ ആരഭ്യ തൃതീയ പര്യന്തം പ്രവർത്തനാനി കരണീയാനി. അവിടെ പാഠം ആരംഭിക്കുന്നതിന് മുമ്പ് ആരാമം എന്ന പ്രവർത്തന പുസ്തകത്തില് 1ാമത് ആരംഭിച്ച് 3 വരെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിത്രേ കിം കിം പശ്യതി എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. പ്രകൃതേഹെ സുന്ദര ദൃശ്യാനി ദൃഷ്ടവന്തഹ ഖലു. നമ്മൾ പ്രകൃതിയിലെ സുന്ദരമായ ദൃശ്യങ്ങളൊക്കെ കണ്ടു. അസ്മാൻ പരിതഃ വിദ്യമാനാനാം മൃഗാണാം സൗഹൃദം പശ്യാമഹ. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നതാണ് പക്ഷിമൃഗങ്ങളുടെ സൗഹൃദം നമ്മൾ കാണാറുള്ളതാണ്. സർവേ കഥാം ശ്രോതും ഇച്ഛതി കില ഏകാം ചിത്രകഥാം പടാമ. എല്ലാവരും ഈ കഥ കേട്ടോളൂ, ഒരു ചിത്രകഥ നമുക്ക് പഠിക്കാം എന്ന് പറയാണ്. അപ്പോൾ 27ാമത്തെ പേജിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് അങ്ങനെ തന്നിരിക്കുന്നത്. നമുക്കിനി അടുത്ത 28ാമത്തെ പേജ് നോക്കാം, എന്താണ് കഥ എന്നുള്ളത് നമുക്ക് നോക്കാം. 28ാമത്തെ പേജ് സഖ ഏവ സ എന്നാണ് പാഠത്തിന്റെ പേര്. അതില് നോക്കൂ, അവിടെ ഒരു വീടിന്റെ ചിത്രമാണ്. അതില് അച്ഛനമ്മയുണ്ട്, കുട്ടികള്, പെൺകുട്ടിയുണ്ട്, ആൺകുട്ടിയുണ്ട്. മുറ്റത്ത് തന്നെയായിട്ട് മുയലുണ്ട്, അതുപോലെ തന്നെ പൂച്ചയുണ്ട്, നായയുണ്ട്, മരത്തിലായിട്ട് തത്ത ഇരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആദ്യത്തെ ചിത്രം. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ. ശുനകഹ എന്ന് പറഞ്ഞാല് നായ, മാർജാരഹ പൂച്ച, ശശകഹ ആരാണ്? മുയല്, ശുഗഹാര പഠിച്ചിട്ടുണ്ടല്ലോ, തത്ത, മിത്രാണി, ഇവരൊക്കെ കൂട്ടുകാരാണ്. ഇനി 2ാമത്തെ ചിത്രം നോക്കൂ. നകുലഹ ആഗച്ഛതി. അവരിയ്ക്കുന്നിടത്തേക്ക് നകുലഹ എന്ന് പറഞ്ഞ കീരി വരുവാണ് ചെയ്യുന്നത്, അവിടേക്ക് വരുവാണ്. ബീദഹ ശശകഹ. 3ാമത്തെ ചിത്രത്തില് ബീദഹ ശശകഹ മുയല് പേടിച്ചവനായി തീരുകയാണ്. എന്നുവെച്ചാൽ കീരിയെ കണ്ടിട്ട് പേടിച്ചവനാകുന്നു. ഇനി നമുക്ക് 29ാമത്തെ പേജ് നോക്കാം. മാർജാരഹ വൃക്ഷം ആരോഹതി. അവിടെ നോക്കൂ, അടുത്ത ചിത്രം നോക്കൂ. 29ാമത്തെ പേജിലെ ആദ്യത്തെ ചിത്രം. അവിടെ മാർജാരഹ കീയെ കണ്ടതും മാർജാരഹ പൂച്ച എന്താ ചെയ്തത്? മാർജാരഹ വൃക്ഷം ആരോഹതി, മരത്തില് കയറി. ശുനകഹ ഭഷതി. ശുനകൻ എന്ത് ചെയ്തു? നായ എന്ത് ചെയ്തു? ഭഷതി, നായ കുരച്ചപ്പോഴ് നകുലഹ ഗച്ഛതി, കീരി പോകുന്നത് അവിടെ കാണാം, ചിത്രത്തിൽ കാണാം കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത 30ാമത്തെ പേജ് നമുക്ക് നോക്കാം. 30ാമത്തെ പേജില് പഠന പ്രവർത്തനങ്ങൾ ആണ്. അതില് ചിത്രം ദൃഷ്ട ആശയം വധതു എന്നാണ്. അപ്പൊ അവിടെ ബീദഹ ശശകഹ അല്ലെ, പേടിച്ച മുയല്. 2ാമത്തെ ചിത്രം നോക്കൂ, അവിടെ നായ കുരയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോ ശുനകഹ ഭഷതി എന്നുള്ളതാണ് അവിടെ വരുന്ന ആശയം. അടുത്ത പഠന പ്രവർത്തനം മൃഗാണാം പക്ഷിണാം ച ചിത്രാണി ദൃഷ്ട നാമാനി വധതു. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ചിത്രങ്ങൾ നോക്കിയിട്ട് അവയുടെ പേര് അവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1ാമത്തേത് നോക്കൂ, മുയലാണ്. മുയലിന് എന്താ പറയാ? ശശകഹ. അടുത്തത് പൂച്ച, മാർജാരഹ. അടുത്തത് പ്രാവ്, കബോധഹ. അടുത്തത് തത്ത, ശുഗഹ. അടുത്തത് മയില്, മയിലിനെന്താ പറയാ? മയൂരഹ. അടുത്തത് കീരി അല്ലെ, നകുലഹ. അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ താഴെ നമ്മള് പെൻസിൽ കൊണ്ട് പേരുകളൊക്കെ എഴുതി വെക്കണം. നിങ്ങളുടെ പാഠഭാഗത്ത് തന്നെ ഉണ്ട് ആ പേരുകളൊക്കെ, അത് നോക്കിയിട്ട് അവിടെ എഴുതി വെക്കുക കേട്ടാ. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. പേജില് സൂചനാനുസാരം ബിന്ദുവിന് യോജയിത്വ അക്ഷരം വധതു ലിഖതു വർണ്ണലേപയതു ച. അവിടെ കുത്തുകൾ ഉപയോഗിച്ചിട്ട് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. ന എന്നുള്ള അക്ഷരമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ആ കുത്തുകള്
കുത്തുകളുമ്പോ കൂടെ എഴുതി അത് യോജിപ്പിക്കുക. അതിനുശേഷം അവിടെ അവിടെ 2 ലൈൻ 2 വരയുടെ ഉള്ളിൽ അക്ഷരങ്ങൾ എഴുതാനുണ്ട്. അക്ഷരങ്ങൾ ഭംഗിയായിട്ട് ഞാന്ന് എഴുതി പഠിക്കുക. അതിനുശേഷം ആ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പെട്ടിക്കുള്ളിലുള്ള അക്ഷരവും അതുപോലെ തന്നെ അതിന്റെ താഴെ ഉള്ള കുത്തുകൾക്ക് താഴെയുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ അക്ഷരങ്ങൾക്കൊക്കെ നിങ്ങളോട് വർണ്ണലേപനം കരോതു എന്നാണ് പറയണ. അതിന് കളർ കൊടുക്കൂ എന്നാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് അവിടെ എഴുതുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. 4ാമത്തെ പേജാണ്. അതില് പാഠസ്ഥ മൃഗാണാം സുഖസദൃശാനി മുഖാവരണാനി നിർമാതു താനി ധൃത്വ പരസ്പര പരിചയാനം ച കുറവതു. അവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മൃഗങ്ങളുടെ ഒക്കെ മുഖാവരണം മാസ്കുകൾ ഉണ്ടാക്കിയിട്ട് അത് മുഖത്ത് വെച്ചിട്ട് പരസ്പരം സംസാരിക്കാനാണ് പറയുന്നത്. മനസ്സിലായ? അവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നു. നോക്കൂ. അഹം നകുലഹ, ഞാൻ കീരി. ഭവാൻ കഹ, ഭവാൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ പരിചിതാനാം ജീവിനാം നാമാനി വധതു. അവിടെ കുറച്ച് നമുക്ക് പരിചിതമായിട്ടുള്ള നമുക്ക് അറിയാവുന്ന കുറച്ച് ജീവികളുടെ പേര് കൊടുത്തിട്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരുകൾ പറയാനാണ് നിങ്ങളോട് പറയുന്നത്. അതിന് താഴെ കേട്ടോ. അഹം കുക്കുടഹ. ആരാണ്? കുക്കുടഹ. കുക്കുടഹയാണ് ആദ്യത്തത്. കുക്കുടഹ എന്ന് പറഞ്ഞ കോഴിയാണ്. രണ്ടാമത്തത് അരയനാണ്, ഹംസഹ. മൂന്നാമത്തത് അജഹ, ആടാണ്. നാലാമത്തത് ശുനകഹ, നായ. അഞ്ചാമത്തത് പശുവാണ്, ധേനുഹു. 6 കുതിരയാണ്, അശ്വഹ എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലായിരിക്കുന്നു. കുക്കുടഹ, ഹംസഹ, അജഹ, ശുനകഹ, ധേനുഹു, അശ്വഹ. ഇതൊക്കെയാണ് ആ ജീവികളുടെ പേര്. നമുക്ക് 34ാമത്തെ പേജ് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് മൃഗാണാം പക്ഷിണാം ച ചിത്രാണി സഞ്ചിത്യ സചിത്ര പുസ്തകെ യോജയതു. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ചിത്രം ശേഖരിച്ചിട്ട് നിങ്ങളുടെ സചിത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറയണത്. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾ എഴുതേണ്ടതാണ്. ഇനി അവിടെ ചോദിച്ചിരിക്കുന്നു, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ ചിത്രേ കിം കിം പശ്യതി. ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നതെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കാണുന്നത്? അമ്മയുണ്ട്, അച്ഛനുണ്ട് അല്ലെ. മാതാ, പിതാ, പിന്നെ ആരാ? ബാലിക, പെൺകുട്ടിയുണ്ട്. ബാലകഹ, ആൺകുട്ടിയുണ്ട്. ചിത്രപതംഗാഹ, പൂമ്പാറ്റകളുണ്ട്. ശുനകഹ, മാർജാരഹ, ശശകഹ, പുഷ്പാണി. ഇതൊക്കെയാണ് ആ ചിത്രത്തില് കാണുന്നത്. അപ്പൊ നിങ്ങള് ആ ചിത്രത്തിന് അടുത്തായിട്ട് ഈ പേരുകളൊക്കെ എഴുതാൻ പഠിക്കണം, എഴുതി വെക്കണം. വൃത്തിയായിട്ട് എഴുതി എന്താണെന്നൊക്കെ അർത്ഥവും മനസ്സിലാക്കിയിട്ട് വേണം അവിടെ എഴുതാൻ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. 35ാമത്തെ പേജാണ്. അതിലെ അനുബന്ധ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കേരള രാജ്യസ്യ ഔദ്യോഗിക പക്ഷി. കേരള രാജ്യത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണെന്നാണ് അവിടെ പറയുന്നത്. ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഏതാണ്? സംസ്ഥാന പക്ഷി എന്ന് പറയുന്നത് ഏതാണ്? വേഴാമ്പലാണ്. വേഴാമ്പലിനെ സംസ്കൃതത്തിൽ പറയാ ചാതകഹ. ചാതകഹ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. വേഴാമ്പലിന്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തൃതീയ പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചെറിയ കുട്ടികൾക്കൊക്കെ സംസ്കൃതം പറഞ്ഞു കൊടുക്കാൻ അമ്മമാർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യക്കാർക്ക്. അപ്പൊ അവർക്ക് അത് ഉപകാരപ്പെടും. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.